ഫോട്ടോഷോപ്പ് ഡിസൈനിങ്ങിൽ അധികമൊന്നും ഉപയോഗമില്ലാത്ത ഒരു ടൂളാണ് പെൻസിൽ ടൂള്. എന്നാൽ ചില തരത്തിലുള്ള വെക്ടർ ഇമേജസ് നിർമ്മിക്കുന്നതിനും മറ്റും പെൻസിൽ ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ബ്രഷ് ടൂളിന് നമ്മൾ കൊടുക്കുന്ന എല്ലാ സാധ്യതകളും പെൻസിൽ ടൂളിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ബ്രഷ് ടൂള് നമുക്ക് കുറെ കൂടി സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജസോട് കൂടിയുള്ള ബ്രഷുകൾ ഉപയോഗിക്കാം. എന്നാൽ പെൻസിൽ ടൂളുകളെ മിക്കവാറും എഡ്ജ് വളരെ ക്രിസ്പി ആയിരിക്കും. അതായത് എഡ്ജസ് ഇങ്ങനെ കട്ട് ചെയ്ത് പോലുള്ള എഡ്ജസ് ആയിരിക്കും വരുന്നത്. ഏത് ബ്രഷിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റെല്ലാ സംവിധാനങ്ങളും, അതായത് ചെറുതാക്കുന്നതിനും വലുതാക്കുന്നതിനും ഉപയോഗിക്കുന്ന കീ, അതുപോലെ തന്നെ പാലറ്റ് അതെല്ലാം ബ്രഷ് ടൂളിന് ഉപയോഗിക്കുന്ന അതേ സംഗതി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബ്രഷ് ടൂളിനും പെൻസിൽ ടൂളിനും ഒരേ പാലറ്റിൽ നിന്ന് തന്നെയാണ് നമുക്ക് സ്വീകരിക്കുന്നത്. റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പെൻസിലിന്റെ പാലറ്റ് സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ ഓരോ ബ്രഷ് ടൂളും നിങ്ങൾ പ്രയോഗിച്ചു നോക്കുമ്പോൾ അതിന്റെ ഷാർപ്നെസ്സിലുള്ള വ്യത്യാസം വളരെ പ്രകടമായിട്ട് കാണാനായിട്ട് സാധിക്കും. പെൻസിൽ ടൂൾ കൊണ്ട് നടക്കുന്നതെല്ലാം മിക്കവാറും ബ്രഷ് ടൂൾ കൊണ്ട് നടക്കുന്നത് കൊണ്ട് വളരെ പരിമിതമായിട്ടുള്ള ഉപയോഗം മാത്രമേ പെൻസിൽ ടൂളിനുള്ളൂ. ടൂള് സെലക്ട് ചെയ്യുന്നതിന് ബി എന്ന അക്ഷരം പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അല്പം ചെറുതാക്കുകയാണ്. ചെറുതാക്കുന്നതിനായിട്ട് കീബോർഡിലെ ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്ത് ചെറുതാക്കി. അതിനുശേഷം ഒരിടത്ത് ക്ലിക്ക് ചെയ്തു, ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് മറ്റൊരിടത്ത് ക്ലിക്ക് ചെയ്തു ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതിനായിട്ട് അങ്ങനെ ചെയ്തു. ബ്രഷ് ടൂളിൽ നിന്നും വിഭിന്നമായി ഒരു സങ്കേതം പെൻ ടൂളിന് കൂടുതലായിട്ടുണ്ട്. ഇതിന്റെ ഓട്ടോ ഇറേസ് എന്ന സംഗതിയാണ്. ഇവിടെ ഈ എന്താ പറയാ പ്രോപ്പർട്ടി ബാൾ കാണുന്ന ഇതാണ് ഓട്ടോ ഇറേസ്. നോർമലി ഇത് അൺചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നുണ്ടാവുക. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇത് ആക്ടിവേറ്റ് ചെയ്തു. ഇപ്പോ പെൻസിൽ ടൂൾ എന്നാണ് പറയേണ്ടത്. പെൻ ടൂള് നമുക്ക് വേറെയുണ്ട്. ഇങ്ങനെ പെൻസിൽ ടൂൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻസിൽ ടൂളിന്റെ ബ്രഷ് പോയിന്റിൽ കാണുന്ന ഒരു പ്ലസ് ചിഹ്നമുണ്ട്. ആ ചിഹ്നം നമ്മൾ വർക്ക് ചെയ്ത ഇടത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത്രയും ഇടം മാഞ്ഞു പോകുന്നതായിട്ടുള്ള ഒരു സംഗതി. അതാണ് ഓട്ടോ ഇറേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മായ്ക്കുമ്പോൾ വരുന്നത് തീർച്ചയായിട്ടും ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണോ ആ കളറായിരിക്കും വരുന്നത്. അപ്പൊ ഈ കളർ മാറ്റി മറ്റൊരു കളറായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ വരുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് വരുന്നത് കണ്ടോ, റെഡ് ആയിരിക്കും വരുന്നത്. ഇതിനാണ് ഓട്ടോ ഇറേസ് എന്ന് പറയുന്നത്. മുൻപ് പെൻസിൽ ടൂൾ വരയ്ക്കാത്ത ഇടത്തിൽ വരച്ചു കഴിഞ്ഞാൽ സാധാരണ വരാം. എന്നാൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം തിരിച്ചു വരികയാണെങ്കിൽ ഓട്ടോ ഇറേസ്. ഇത് മാത്രമാണ് പെൻസിൽ ടൂളുകൾ. ഇതും അധികം ഉപയോഗത്തിലൊന്നുമില്ല. അധികം ഡിസൈനിങ്ങിലൊന്നും അത്ര അധികം ഉപയോഗത്തിലേ ഇല്ല എന്ന് തന്നെ പറയാം. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓൾ ദി ബെസ്റ്റ്.